ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ വീഡിയോ മുഴുവനും കാണാം. നമ്മുടെ അലമാരയിലുണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കാതെ കുറേ നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ബ്ലൗസുകൾ ഉണ്ടെങ്കിലേ നമുക്ക് അടിപൊളിയായിട്ട് ലേഡീസിന് പറ്റുന്ന ഹാൻഡ് ബാഗുകളൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു ബ്ലൗസ് വെച്ചിട്ട് ബാഗ് തയ്ക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ കുറേ കൂട്ടുകാർ നമ്മളെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കൂട്ടുകാരുടെ അടുത്തൊക്കെ എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മളുണ്ടല്ലോ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു പച്ച ബ്ലൗസ് വെച്ചിട്ട് നമ്മുടെ ലേഡീസിന് പറ്റുന്ന ഒരു അടിപൊളി ഹാൻഡ് ബാഗ് തയ്ച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനും കാണാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. ഇതുപോലെയുള്ളൊരു ഹാൻഡ് ബാഗ് തയ്ക്കാനായിട്ട് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ നീളത്തിലും വീതിയിലുള്ള ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിന് എനിക്ക് 20 ഇഞ്ച് നീളവും വീതി 7 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ ബ്ലൗസിൽ നിന്നും നമുക്ക് 20 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന ബ്ലൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവ് ബാക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എത്രയാണോ അതിൻ്റെ വീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീതിയും നീളവും എത്രയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ എടുക്കുക. ഇതേപോലെ ചെറിയ മാറ്റം വരുത്തിയിട്ട് ബാഗ് തയ്ച്ച വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ തയ്ച്ച ആ ഒരു ബാഗിന് ചെറിയൊരു വലിപ്പത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഈ ഒരു ബ്ലൗസ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മെറ്റീരിയൽ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടും ഇതേ മോഡൽ ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ. ബാക്ക് ഭാഗത്ത് നിന്നിട്ട് ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസിനെ നമുക്ക് ഇതേപോലെ നടുമടക്കി വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ എവിടെയെങ്കിലും കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ബ്ലൗസിൻ്റെ നേരെ വെച്ചിട്ടാണ് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ വരച്ചാലും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. നമ്മൾ തയ്ച്ചെടുക്കുന്ന ഈ ഒരു ബാഗിനെ കുറച്ചും കൂടി നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ബാഗ് തയ്ച്ചിട്ട് ബാക്കി വന്ന ഒരു തുണിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 6.5 ഇഞ്ച് നീളവും വീതിയും വരുന്ന 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ കളർ വേണ്ട, ഇതേ കളർ തന്നെ വെച്ചിട്ട് തയ്ക്കാനാണെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ ഒന്നില്ലെങ്കിൽ കയ്യിൻ്റെ വശമോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടെക്കൊന്ന് വിടിയിപ്പിച്ചെടുത്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 6.5 ഇഞ്ച് നീളവും വീതിയും വരുന്ന ഈ 2 പീസിനും നമ്മൾ ലൈനിങ് പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബ്ലൗസിൻ്റെ കൈ ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാഗിന് നമുക്ക് വള്ളി തയ്ച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ആ ഒരു കൈയിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു വള്ളിക്കുള്ള ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം അത് വെട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ വള്ളി തയ്ക്കാനായിട്ട്. നമ്മൾ തയ്ക്കുന്ന ഈ ഒരു ബാഗ് നല്ല ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു കവറും കൂടി നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6.5 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കുള്ള 2 പീസാണ് കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിൽ നിന്നിട്ട് കട്ട് ചെയ്ത ആ വലിയ തുണിയില്ലേ, അതിൻ്റെ അളവിലും കൂടി നമ്മൾ ഈ ഒരു കവറിനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ താഴെ വയ്ക്കാനായിട്ട് ലൈനിങ്ങിൻ്റെ തുണിയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ലൈനിങ് തുണിയൊക്കെ നമ്മൾ പുതിയ തുണിയൊന്നല്ല കേട്ടോ, പഴയതിരിക്കുന്ന തുണികളാണ്. നമ്മൾ മുന്നേ ബാഗ് തയ്ച്ചിട്ടുണ്ടായിരുന്ന തുണികളൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള ബാഗുകൾ തയ്ക്കുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് എടുക്കുന്നുണ്ടാവുക. കഴിഞ്ഞ നമ്മുടെ ബാഗിൻ്റെ വീഡിയോയിലേ നമ്മുടെ കുറച്ച് കൂട്ടുകാർക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് കൊണ്ട് നമ്മളിതുപോലെ ബാഗ് തയ്ക്കുമ്പോഴേ അതിൽ ബാലൻസ് വരുന്ന ആ ഒരു തുണിയൊക്കെ എന്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ ബാക്കി വരുന്ന തുണീനെയൊക്കെ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നീട് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുമ്പോൾ ആ ഒരു തുണി അതിന് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ ആയാലും വേറെ എന്തിനായാലും
കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന തുണികളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യാറ്. അപ്പോൾ അതുപോലെ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൗസ് വെച്ചിട്ട് ബാഗ് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലൗസ് കൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിലെടുത്ത് തയ്ക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ ബാക്കി വരില്ല. പിന്നെ നമ്മുടെ ബാഗിനും ഭംഗി ഇത്തിരി കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെയുള്ള തുണികളും കൂടിയിട്ട് വെക്കുമ്പോൾ നമ്മുടെ ബ്ലൗസിൽ ചിലപ്പോൾ കുറച്ച് തുണി ബാക്കി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുപോലെ മാറ്റി വെക്കുക കേട്ടോ. വലിയ 3 പീസും നമ്മുടെ വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും നമുക്ക് വലിയ കാണിയിട്ടിട്ട് തയ്ച്ചെടുക്കാം. തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതുപോലെ സൈഡിലേക്ക് നിൽക്കുന്ന ആ ഒരു തുണീനെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു തുണീനെ കറക്റ്റ് നടുമടക്കി പിടിച്ചിട്ട് ആ ഒരു ഭാഗത്ത് 2 സൈഡിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗം പെട്ടെന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വിടുന്നത്. 6.5 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള 2 പീസില്ലേ, അതിൽ നമുക്ക് ലൈനിങ്ങും അതുപോലെ തന്നെ ആ ഒരു തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറും എല്ലാം വെച്ചിട്ട് നമുക്ക് സൈഡ് തയ്ച്ചെടുക്കാം. ഈ 2 പീസിൻ്റെ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്ന ആ ഒരു തുണികളൊക്കെ നമുക്ക് വെട്ടി കളഞ്ഞൊന്ന് കറക്റ്റ് ഒപ്പാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ വലിയൊരു പീസ് തുണി തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ, 20 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയിലുള്ളത്, അതിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇനി തയ്ച്ചെടുക്കാൻ. അതിന് മുപ്പാട് ഈ ഒരു തുണിയിലും കറക്റ്റ് ആ ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ഒരു വെട്ടിയ ഭാഗത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. ഇത് തയ്ച്ചെടുക്കണ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ തിരിച്ച് വെച്ചിട്ട് വേണം, ഇതേപോലെ വെച്ചിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. ഈ ഒരു ഭാഗത്ത് തുണി വെച്ച് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റ് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് സെൻറ്റർ ഭാഗങ്ങൾ വരണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നോക്കാം. അപ്പോൾ 2 സൈഡിലും അതേപോലെ ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗങ്ങൾ കറക്റ്റ് ഒപ്പം വെച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തയ്ച്ചെടുത്താൽ മതി കേട്ടോ, നീങ്ങി പോവാതിരിക്കാൻ. ഈ നമ്മൾ നേരത്തെ വെട്ടിയെടുത്ത ആ ഒരു തുണിയിൽ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട്. ആ 2 വള്ളീനെ നമുക്ക് ഈ ഒരു തുണിയുടെ അറ്റത്ത് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണം. തയ്ച്ച് പിടിപ്പിക്കുന്ന മുമ്പാട് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലേക്കും 1.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് വള്ളി തയ്ക്കാനായിട്ട്. ആ ഒരു ഭാഗത്ത് ഇതേപോലെ കറക്റ്റ് ഒപ്പം വെച്ചിട്ട് വള്ളി തയ്ച്ചെടുക്കാം. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക, വള്ളി തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ബാഗിന് 2 വള്ളിയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യാനുള്ളത് ഇതേപോലെ ഓരോ പീസിൻ്റെ സൈഡ് വശങ്ങൾ തമ്മിൽ കൂട്ടി തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ആദ്യം ഒരു വശം തയ്ക്കുക, അതിന് ശേഷം വേറൊരു സൈഡിലേക്ക് പിടിക്കുക. ഇതുപോലെ കറക്റ്റ് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ പിടിച്ചിട്ട് കറക്റ്റ് തയ്ച്ചെടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞിട്ടേ നമ്മുടെ ആ ഒരു സൈഡ് വശത്ത് തുണി ഇതുപോലെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പീസ് തുണി എടുത്തിട്ട് നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ. ആ ഒരു ഭാഗങ്ങൾ കാണാതെ വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാഗിൻ്റെ 4 സൈഡും നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് വശത്ത് ആ ഒരു അളവ് കണ്ടുപിടിക്കണം.
ഇതേപോലെ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ ആദ്യം വള്ളി വെച്ച് തയ്ച്ച ഭാഗത്ത് അളവ് നോക്കാം. അതിനുശേഷം ഈ ഒരു സൈഡും കൂടി നോക്കാം കേട്ടോ. അപ്പം അധികം വലിയ വ്യത്യാസമൊന്നുമില്ലേ. നമ്മൾ തുണി എടുത്തിരുന്ന സമയത്ത് വലിയ തുണിയിൽ 7 ഇഞ്ചായിരുന്നു അതിൻ്റെ വീതി വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു റെഡ് കളർ തുണി എടുത്തപ്പോൾ 6.5 ഇഞ്ചായിരുന്നു കേട്ടോ അതിൻ്റെ വീതിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തയ്ച്ച് വന്നപ്പോൾ ഒരുപാടൊന്നുമില്ല, കറക്റ്റ് ഒരുവിധം ഒപ്പം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. മേൽവശത്ത് നമ്മൾ അളവെടുത്തപ്പോൾ 6 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരളവിൽ നമുക്ക് 6 ഇഞ്ച് നീളവും വീതിയുള്ള തുണിയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 6 ഇഞ്ച് എടുക്കരുത് കേട്ടോ. ഞാൻ അതിൽ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 7 ഇഞ്ച് നീളവും വീതിയും വരുന്ന തുണിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ട് തയ്ച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് സിബ്ബ് വെച്ച് തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സിബ്ബ് നമുക്ക് എങ്ങനെയാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പെട്ടെന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. മേൽവശത്ത് നമുക്ക് കിട്ടിയ അളവിനേക്കാളും നമ്മൾ സ്വല്പം കൂട്ടിയിട്ടിട്ടുള്ളതേ. നമ്മൾ കറക്റ്റ് അളവെടുത്തിട്ട് നടുക്കിൽ സിബ്ബ് വയ്ക്കാൻ കട്ട് ചെയ്ത് സിബ്ബൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് ടോപ്പിലത് തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വല്പത്തിൽ കൂടുതൽ ഇടാന്നുണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലും കൂടുതലായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ലെവൽ ചെയ്തിട്ട് ബാക്കിയുള്ള വശത്തേക്ക് നമുക്ക് വലിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു തുണി കഷ്ണത്തിൽ നമ്മളിത് സിബ്ബൊക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. സിബ്ബ് തയ്ച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ആയിട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നന്നായി കെട്ടിട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് നിൽക്കണ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മൾ വള്ളി വെച്ച് തയ്ച്ച ഭാഗമില്ലേ, അവിടെയാണ് കേട്ടോ കറക്റ്റ് ഈ ഒരു സിബ്ബ് നേരെ വരേണ്ടത്. അപ്പോൾ ആ വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റ് നോക്കാം. അതിനുശേഷം 4 സൈഡും നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയില്ല കേട്ടോ. ഏതെങ്കിലും 2 സൈഡ് നമുക്ക് തയ്ച്ച് നോക്കുമ്പോഴാണ് കൂടുതലുള്ളത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിനെ കറക്റ്റ് ആ ഒരു മൂലവശം ഒന്ന് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഒപ്പാക്കിയിട്ട് തയ്ച്ചെടുക്കാം. കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ കറക്റ്റ് സൂചി കുത്തി നിർത്തിയിട്ട് നമുക്കൊന്ന് തിരിച്ച് വെച്ചിട്ട് കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ തന്നെ നേരെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു തുണി പുറം ഭാഗത്തേക്ക് പൊക്കോളും. പിന്നെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു കൂടുതൽ നിൽക്കുന്ന ആ ഒരു തുണീനെ ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ ബാഗിൻ്റെ മെയിനായിട്ടുള്ള തയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ബാഗിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ബാഗിന് ആ ഒരു സിബ്ബ് തുറന്നിട്ട് തിരിച്ചിടാം കേട്ടോ. തിരിച്ചിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കൈ വെച്ചിട്ട് അതിൻ്റെ താഴ്വശത്തൊക്കെ ആ ഒരു മൂലവശങ്ങൾ കറക്റ്റ് ഒപ്പാക്കി ലെവലാക്കി വെക്കുക. സൈഡ് ഭാഗങ്ങൾ ഇതുപോലെ കറക്റ്റാക്കി വെച്ചാലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബാഗ് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ കാണാനും നല്ല ഭംഗിയായിട്ട് ഇരിക്കുക. നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ കറക്റ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ ഇതുപോലെ ക്യാൻവാസോ എന്തെങ്കിലുമൊക്കെ വെച്ച് തയ്ച്ചാലാണ് കേട്ടോ ഈ ഒരു ബാഗ് കറക്റ്റ് ഇതുപോലെ ഷേപ്പിൽ നിൽക്കുക. നമ്മുടെ ഈ ഒരു ബാഗ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മോഡലിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ ബാഗ് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ 2 തരത്തിൽ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ നമ്മുടെ ലേഡീസിന് പറ്റുന്ന ഹാൻഡ് ബാഗ് ആക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് നല്ല ഭംഗിയില്ലേ. അപ്പോൾ നമ്മുടെ ആ ഒരു ബ്ലൗസിലുണ്ടായിരുന്ന ആ ഒരു കല്ലിൻ്റെ വർക്കൊക്കെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബാഗിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഗിനെ നമ്മൾ നേരത്തെ തയ്ച്ചെടുത്ത ആ ഒരു ബാഗിനെ ഇതേ ഷേപ്പിലേക്ക് ആക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പണി കൂടി നമുക്ക് ചെയ്ത് വെക്കാനുണ്ട്. ഇതേപോലെ ആ ഒരു സ്ക്വയർ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിന് കറക്റ്റ് ഇങ്ങനെ നടുമടക്കുമ്പോഴാണ് ഈ ഒരു ഷേപ്പ് കിട്ടണം നമുക്ക്. ഈ ഒരു ഉള്ളിൽ ഈ 2 സൈഡ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമുക്ക് പ്രസ് ബട്ടൺ അങ്ങനെ വെച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിവർന്നിരിക്കാതെ കറക്റ്റായിട്ട് ആ ഒരു ഭാഗം ഷേപ്പിൽ ഇതേ ഒരു മോഡലിൽ ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയും കൊണ്ടുപോകാം. ഇതുപോലെ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ രീതിയിലും കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലിൽ ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു ഒറ്റ ബാഗ് തയ്ച്ച് കഴിഞ്ഞാൽ. ഇന്ന് നമ്മൾ തയ്ച്ചെടുത്ത ഈ ഒരു ബാഗ് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു ബാഗായിരുന്നു കേട്ടോ. ഇടാതിരിക്കുന്ന ബ്ലൗസുകളൊക്കെ എടുത്തിട്ടേ ഇതുപോലെയുള്ള ഹാൻഡ് ബാഗുകളൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.